എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ സാധിച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഫോർവേഡ് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഇതിൻ്റെ ഉദ്ദേശം, ഞങ്ങൾ ഒരു പുതിയ ലൈഫ് വിഷൻ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ഉള്ളൊരു ചെറിയൊരു വിവരണമാണ് ഞാൻ തരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ഒരു സാഹചര്യമാണ്. അവസാനം അവർ മദ്യത്തിനും മയക്കുമരുന്നിലും അങ്ങ് പോയി അവർ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളം എത്തിയിരിക്കുന്നത്. ആ ഒരു സാധ്യത വളരെ ഗൗരവമേറിയതാണ്. അതിന് ചെറിയൊരു ആശ്വാസം പകരാൻ ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് വിഷന് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. ഇതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഇതോ ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല. വേണ്ടത് നിങ്ങളുടെ ബുദ്ധിയാണ്, നിങ്ങളുടെ അധ്വാനമാണ്. അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. അതേത് രീതിയിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് എന്താണ് സാധിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ അറിയുന്ന ഭാഷ, നിങ്ങളുടെ പ്രായം, സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ, അതിൽ എല്ലാ വിവരങ്ങളും അതിൽ ഉൾക്കൊള്ളും. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല, മലയാളം അറിയുകയാണെങ്കിൽ അത് മാത്രം മതി. ഇതെല്ലാ വിവരങ്ങളും ചേർത്ത് നിങ്ങൾ ഞങ്ങളുടെ ആ വിവരങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അത് കിട്ടിയതിന് ശേഷം ഞങ്ങളതൊന്ന് സ്റ്റഡി ചെയ്ത് 100% ഞങ്ങൾ തിരിച്ച് ബന്ധപ്പെടുന്നതായിരിക്കും. ബാക്കിയുള്ള വിവരങ്ങൾ അതിലൂടെ നമുക്ക് പരസ്പരം കൈമാറാൻ സാധിക്കും. ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളം വളരെ സൗന്ദര്യമുള്ള, വളരെ പ്രകൃതിദത്തമായ ഒരു സ്റ്റേറ്റാണ്. അതിൻ്റെ ഉപയോഗം നാം ആരും ശരിക്ക് എടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് അറിയില്ല. ഇവിടെ എന്തായിരുന്നാലും വലിയ ഫാക്ടറികളോ അതിനൊന്നും സ്വപ്നം കാണണ്ട. അത് വന്നാൽ തന്നെ ഇവിടുത്തെ ഈ ട്രേഡ് യൂണിയൻസ് അത് നടത്തില്ല. അവർ സമരം ചെയ്യും, അവർ കൊടിപിടിക്കും, അവർക്ക് തകർത്ത് തരിപ്പണമാക്കും. അങ്ങനെ കുറേ അട്ടഹാസങ്ങളും. അതുകൊണ്ട് കേരളത്തിന് അത് പറ്റിയതല്ല. ഇവിടെ ചെയ്യാമെന്നുള്ളത് മറ്റു പലതാണ്. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ നമുക്ക് നമ്മുടെ നേട്ടങ്ങളെ കൈവരിക്കാൻ സാധിക്കും. ഇതൊരു നല്ല സമാധാന അന്തരീക്ഷമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അതുമല്ല, പ്രകൃതി വെച്ച് നോക്കിയാലും വളരെ സൂപ്പറാണ്. കാശ്മീർ നല്ലതാണ്. കാശ്മീർ എത്ര വലിയ സുന്ദര പ്രകൃതി സൗന്ദര്യമുണ്ടെങ്കിലും അവിടെ സുരക്ഷിതത്വം വളരെ കുറവാണ്. സുരക്ഷിതത്വം ഇല്ലാത്ത ഒരാൾക്കാർക്കൊന്ന് അവിടത്തേക്ക് പാഞ്ഞെത്താൻ, അവിടെ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ജീവൻ കിട്ടുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. വളരെ ശ്രദ്ധിക്കണം. തോക്കുകൾ ഏന്തിയ പട്ടാളക്കാരുടെ പ്രൊട്ടക്ഷൻ കൂടി മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. അതാണ് ഇന്ന് കാശ്മീരിൻ്റെ അത് ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസാണ്. അത് ഉടൻ തന്നെ നമുക്കതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റില്ല. അതിങ്ങനെ ഭീകരവാദികൾ ഉള്ളിടത്തോളം, പാകിസ്ഥാൻ നമ്മുടെ അയൽവക്കത്ത് ഉള്ളിടത്തോളം അവർ നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര സർജിക്കൽ സ്ട്രൈക്ക് ചെയ്താലും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഭീകരന്മാരാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഒന്നുമില്ല. എനിവേ, നമുക്കതിലേക്ക് കിടക്കേണ്ടത് ഇറ്റ്സ് എ ബിഗ് സബ്ജക്റ്റ്. സോ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ജോലിയില്ലാതെയോ വെറുതെ ഇരിക്കുകയാണെങ്കിലോ എന്താണേലും അവർ ഞങ്ങളെ ബന്ധപ്പെടാൻ പറയുക. ഞങ്ങളിലൂടെ അവർക്ക് എന്തായിരുന്നാലും അവരുടെ ലൈഫിന് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിയർ അബൌട്ട് ഏതാണ്ട് 1000-ത്തിനടുക്കുള്ള ഗ്രാമപഞ്ചായത്തുകളുണ്ട്. പല മേഖലയായി തിരിഞ്ഞു കിടക്കുന്നതാണ്. ശരാശരി കുറഞ്ഞത് ഒരു പഞ്ചായത്തിൽ 100 പേർക്കെങ്കിലും സ്വയം തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാക്കാൻ പറ്റും. ഇതിന് നമ്മുടെ തൊഴിൽ വകുപ്പ് വേണ്ട സഹായം ചെയ്യും. അത് പ്രാക്ടിക്കലാണെങ്കിൽ, പ്രായോഗികമാണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഇതിനു വേണ്ടി
ബാങ്ക് ലോണൊന്നും എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട. ബാങ്ക് ലോൺ എടുത്തുള്ള ഒരു കച്ചവടമല്ല വേണ്ടത്. ലോൺ ഇല്ലാതെയുള്ളൊരു ബിസിനസ്സാണ് നാം ചെയ്യേണ്ടത്. അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ചെറിയൊരു ശമ്പളം ലഭിച്ചാലും വലിയ ശമ്പളത്തിന് നാട് വിട്ട് ദൂരങ്ങളിൽ പോയി ജോലി ചെയ്താൽ നിങ്ങളുടെ പ്രസൻസ് വീട്ടിലില്ലാതാകുന്നു. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും നിങ്ങളുടെ ആബ്സെൻസ് അത്ര സന്തോഷകരമായ കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക, ഞങ്ങളുടെ അഡ്വൈസ് നോക്കുക. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. നല്ലൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഒരു വരുമാന മാർഗം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അത് സമയം ചെല്ലും തോറും ആ വരുമാനത്തിൻ്റെ തോത് കൂടുകയുള്ളൂ, കുറയുകയില്ല. സോ ഈ ഒരു ഞങ്ങൾ ഇതിൽ വലിയൊരു പഴയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അവരുടെ ഒരു പാനലാണ് ഇതെല്ലാം സ്ക്രീൻ ചെയ്യുന്നത്, ഓരോരുത്തരും ഇതനുസരിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. ഇനി പ്രായമായെന്ന് വിചാരിച്ച് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യമുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടേതായ ചില എക്സ്പീരിയൻസ് കാണും, അത് ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബേസിക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾ റിട്ടയർഡ് ഹാൻഡ്സാണ് എങ്കിലും യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയുള്ള ഒരു ഓപ്പറേഷനാണ്. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, വീട്ടിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടി ഭയങ്കര കഷ്ടപ്പെടുന്ന ആരുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക. അതിന് ഉള്ളൊരു പരിഹാര മാർഗം നമുക്ക് ചേർന്ന് ഒന്നായി ഡെവലപ്പ് ചെയ്തെടുക്കാം. ദരിദ്രം എന്നുള്ളത് നമുക്കാണ് തുടച്ചു മാറ്റാൻ സാധിക്കുന്നത്. നമ്മുടെ ദരിദ്രത്തെ മറ്റാരും വന്നു നമുക്ക് തുടച്ചു മാറ്റാൻ വരില്ല. ഓരോ വ്യക്തികളും അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അത് മാറ്റി മറ്റൊരാളുടെ പ്രോബ്ലത്തിലേക്ക് ഇടപെടാനുള്ള സാഹചര്യം അവർക്ക് കിട്ടാറില്ല. ഇതാണ് സാധാരണ ഉണ്ടാകുന്ന സത്യം. സോ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ബന്ധപ്പെടാനുള്ള നമ്പർ, വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 7902616164. ഒരിക്കൽ കൂടി പറയുന്നു, 7902616164. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഒരു പ്രശ്നമില്ല. വാട്സപ്പിൽ കൂടിയുള്ള ബന്ധങ്ങളിൽ പിന്നെ ഫോണിൽ കൂടി എന്താണെന്നുള്ള ഫർദർ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇതൊരു വിദൂരമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കാര്യങ്ങൾ നമ്മുടെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് തുടക്കം കുറിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാൻ മറക്കാതിരിക്കുക. ചെറിയൊരു സ്റ്റാർട്ടപ്പ് നമുക്ക് അതിനുള്ള തുടക്കം കുറിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.